അപ്പോൾ രാവിലെ തന്നെ ദേ അപ്പവും മുട്ടക്കറിയും ഒക്കെ കഴിച്ചു. രാവിലെ പട്ടിപ്പണിയൊക്കെ പഠിക്കാനൊക്കെ വിചാരിച്ചു വന്നു. അപ്പോൾ മമ്മി കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. നമുക്കിവിടെ കൃഷിയുണ്ട് കേട്ടോ, അതുകൊണ്ട് നമുക്ക് ഈ വർഷം കുറച്ച് പാവയ്ക്ക ഉണ്ടായിരുന്നു. ഇപ്പം നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ പാവലും എല്ലാം പോയി. പാവയ്ക്ക സാധാരണ നമ്മളിങ്ങനെ ഉണങ്ങി വെക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. എന്നിട്ട് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ എണ്ണയിലിട്ട് ഇങ്ങനെ വറുത്ത് അടിക്കാം. അപ്പോൾ അത് അരിഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. സാധാരണ ഞാനിങ്ങനെ വട്ടം അങ്ങനെയാണ് അരിയുന്നത്. പ്രസിൻ്റെ പുതിയ പരീക്ഷണമാണ് കേട്ടോ നീളത്തിൽ അരിയുക എന്നുള്ളത്. ആകെയൊക്കെ പഴുത്തന്നേ ഉള്ളൂ, പക്ഷേ എന്താ പുറത്ത് തോടല്ലല്ലോ. അപ്പോൾ അവയ്ക്കയുടെ ഭാഗം നല്ല സംഭവം തന്നെയാണ് കേട്ടോ. അപ്പം അകം കുറച്ച് പഴുത്തിരുന്നാലും ഇനിയിപ്പോൾ പുറം കുറച്ച് പഴുക്കാൻ തുടങ്ങിയാൽ പോലും ഉണങ്ങാനാവുമ്പോൾ കുഴപ്പമില്ല. ഉണങ്ങി വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്നേ ഉള്ളൂ. ഭയങ്കരമായിട്ടും പഴുത്തല്ല കേട്ടോ. അങ്ങനെ ദേ കയ്യോറയൊക്കെ ഈ വീട്ടിൽ ഇഷ്ടം പോലെ വാങ്ങിച്ചിടുന്നതാണെങ്കിലും ആവശ്യ സമയത്ത് ഒന്നും കാണത്തില്ല. എല്ലാ വീട്ടിലും തന്നെ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ. അതുകൊണ്ട് എൻ്റെ കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് സ്കിൻസ് ഭയങ്കരമായിട്ട് ഉള്ള ഒരു വൃത്തികെട്ട കൈയാണ്. അതായത് പെട്ടെന്ന് സ്കിൻ പീൽ ഓഫ് ചെയ്ത് പോവത്തില്ല, വളരെ കഷ്ടപ്പാടാണ്. അതുകൊണ്ട് ഞാൻ ഒരു തുണിയൊക്കെ എടുത്തിങ്ങനെ മുറിവിന് കെട്ടുന്ന പോലെ കെട്ടിയൊക്കെ വെച്ചിട്ടാണ് പാവയ്ക്ക അരിഞ്ഞത്. എനിക്കല്ലാതെ ഇങ്ങനെ കട്ടിംഗ് ബോർഡ് വെച്ച് ഈ ടൈപ്പ് സാധനങ്ങൾ ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ. കയ്യെ വെച്ചിട്ട് മാത്രമേ നമുക്കിങ്ങനെ അരിച്ചിട്ട് പരിപാടി നടക്കത്തുള്ളൂ. അപ്പം ഞാനിങ്ങനെ അരിയുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര പ്രാവശ്യം കൊള്ളുന്നോ അത്രയും പ്രാവശ്യം മുറിയത്തില്ല. പക്ഷേ കട്ടിയുള്ള സ്കിന്നായതുകൊണ്ട് തന്നെ ഇങ്ങനെ വര പോലെ വരും. എന്ന് വെച്ചാൽ എല്ലാവർക്കും അത് വരും, പക്ഷേ എനിക്ക് കുറച്ച് കൂടുതലായിരിക്കും. നല്ല കട്ടിക്ക് തന്നെ വരും. അത് പിന്നെ ഒരു മുറിവല്ലെങ്കിൽ പോലും ചെറുതായിട്ടിങ്ങനെ ഉണങ്ങി പൊളിഞ്ഞ് വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരു 2 ആഴ്ചയ്ക്ക് മേളിലെങ്കിലും എടുക്കും ആ സംഭവം ഒന്ന് ക്ലീൻ ആകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞു. അപ്പോഴത്തേനും നല്ല നടുവേദന ഉണ്ടായിരുന്നു. 2-2.5 മണിക്കൂർ എടുത്തു അത്ര അരിഞ്ഞ് കഴിയാൻ. അതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷായി ചോറൊക്കെ ഉണ്ടു. എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് കേട്ടോ ഞാൻ പഠിക്കാനിരിക്കുന്നത്. ഒരു 4-5 മണിയായെന്ന് തോന്നുന്നു പഠിക്കാൻ നിന്നിട്ട്. അപ്പം എല്ലാവരുടെയും പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്, നടക്കുന്നുണ്ടോ? PSC പരീക്ഷകൾ കെട്ടുകണക്കിന് വരുന്നുണ്ട്. അപ്പം ഉഴപ്പാതിരുന്ന് എല്ലാവരും പഠിക്കുക. ഞാൻ നന്നായിട്ട് ഉഴപ്പുന്നുണ്ട്, നിങ്ങളെങ്കിലും പഠിക്കുക. ചില സമയത്ത് അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ ഈവനിങ് ഞാനിങ്ങനെ ബ്രെഡ് മുട്ട മുക്കി പൊരിച്ച് അടിക്കാറുണ്ടോ? ഈ വിഭവം ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടമുണ്ടോ പറഞ്ഞേ. ഇങ്ങനെ ബ്രെഡ് നന്നായിട്ട് മുട്ടയിൽ സോക്ക് ചെയ്ത് പൊരിച്ച് അത് കഴിച്ചു. അതോടുകൂടി അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥനയും മറ്റു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചുകൂടി ഒന്ന് പഠിച്ചു കേട്ടോ. പക്ഷേ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.